അസ്സലാമു അലൈക്കും. വെൽക്കം ടു സിറാജൂസ് കിച്ചൺ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോയാബീൻ പൊരിച്ചതാണ്. അതിന് വേണ്ടിയിട്ട് സോയാബീൻ വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി വെച്ച സോയാബീൻ പാത്രത്തിലേക്ക് മാറ്റാം. അതിന് ശേഷം ഈ പൗഡർ ചേർക്കാം. ഇത് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന പൗഡറാണ്. ഇത് ഹോം മെയ്ഡാണ്. ഇത് ചിക്കന്, ബീഫ്, പിന്നെ ഫിഷ് എന്ന് പറഞ്ഞാൽ ചെമ്മീൻ, കൂന്തള്, നെത്തല്, പിന്നെ അങ്ങനത്തെ ഫിഷിലൊക്കെ ചേർക്കാം. പിന്നെ കോളിഫ്ലവറിൽ ചേർക്കാം. അതിലൊക്കെ ചേർത്താൽ നന്നായിട്ടുണ്ടാവും. അത് കുറച്ച് ചേർക്കാം. ഈ പൗഡർ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആണ്, ഹോം മെയ്ഡാണ്. ഇതിനെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇടാം. അധികം വേണ്ട. നിങ്ങൾ എത്രയാണോ സോയാബീൻ എടുക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അതിനനുസരിച്ചാണ് ഇടുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് മതി. പിന്നെ കുറച്ച് ഉപ്പും പാകത്തിന്. ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ടാൽ മതി. വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. നല്ലോണം മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ, അരമണിക്കൂർ അങ്ങനെ ആ ടൈമിൽ വെച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്താൽ നന്നായിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ഫിഷിലും ചിക്കന്, ബീഫ് അങ്ങനെയൊക്കെ അതിലൊക്കെ ചെയ്യാം. ഇത് നല്ലൊരു ടേസ്റ്റുള്ളൊരു പൗഡറാണ് ഈ പൗഡർ. ഇതിൽ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഞാൻ ഇടുന്നുണ്ട്. പക്ഷേ അത് ഓപ്ഷണലാണ്. ആ പൗഡറിൽ തന്നെ അതിൻ്റെ വെളുത്തുള്ളി, ഇഞ്ചി മിക്സിങ് ഉണ്ട്. പക്ഷേ ഞാൻ കുറച്ച് ഇടുന്നുണ്ടെന്ന് മാത്രം. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാം. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇനി ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ, ടൈം കൂടുന്നതിനനുസരിച്ച് ഒരു കുഴപ്പമില്ല, കുറയാൻ പാടില്ല. ഈ പൗഡർ നമ്മൾ വീട്ടിൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന പൗഡറാണ്. ഇതിൽ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചേർക്കുന്നില്ല. നല്ല ഹോം മെയ്ഡ് പൗഡറാണത്. പിന്നെ ഈ പൗഡർ ചേർക്കുമ്പോൾ കളർ പൗഡറോ അങ്ങനെയുള്ളതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിൽ മിക്സിംഗ് ആണ്. വേറെ എക്സ്ട്രാ കളർ പൗഡറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇനി ഇത് ഫ്രൈ ചെയ്യാം. ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം ഓയിലോ വെളിച്ചെണ്ണ എന്താ ഇഷ്ടം വെച്ചാൽ അങ്ങനെ ഒഴിക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാം. കുറച്ച് ഇട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ടൈമൊന്നും വേണ്ട. അത് ഫ്രൈ ആവാൻ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ മതി. ഈ പൗഡർ ഉപയോഗിച്ചാൽ എന്താണോ ഫ്രൈ ചെയ്യുന്നത് അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇത്. കാരണം സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് പൊരിച്ചാൽ കുട്ടികൾക്ക് അത്ര ഇഷ്ടമാവില്ല. ഈ പൊടി ഇട്ട് പൊരിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ച് കുട്ടികൾക്ക് ഇഷ്ടമാവും. കാരണം ക്രിസ്പി ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ കുട്ടികൾ നല്ല ഇഷ്ടമാവും. കോളിഫ്ലവർ ഒക്കെ പൊരിച്ചാൽ നല്ല നന്നായിട്ടുണ്ടാവും ഈ പൗഡറിൽ പൊരിച്ചാൽ. വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഈ പൗഡർ ഇട്ട് പൊരിക്കുമ്പോൾ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. ആദ്യത്തെ വീഡിയോ ആണ് എൻ്റെ. എല്ലാവരും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.